2014 മാർച്ച് 8 ക്വാലാലംപൂരിൽ നിന്ന് പറന്ന MH370 വിമാനം 11 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി പുറപ്പെട്ട വിമാനം ഇപ്പോൾ എവിടെയാണ്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു അപകടമായിരുന്നോ അതോ ആസൂത്രിതമായ ഹൈജാക്കിങ്ങോ? മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നിന്ന് അർദ്ധരാത്രി 12:41 MH370 ബെയ്ജിംഗിലേക്ക് പറന്നത്. 6 മണിക്കൂർ നീണ്ട യാത്ര. യാത്രക്കാരിൽ പലരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നിരിക്കും. പക്ഷെ യാത്ര പുറപ്പെട്ട് 11 വർഷങ്ങൾക്ക് ശേഷവും അവരാരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇത്രയും പേർ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. കാണാതായ ദിവസം മുതൽ വിമാനത്തിനായുള്ള തിരച്ചിൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും പല ഘട്ടങ്ങളിലായി അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും വിപുലവും ചെലവേറിയതുമായ വ്യോമയാന തിരച്ചിൽ. യാത്ര തുടങ്ങി 3 മണിക്കൂറിനകം വിമാനം റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. വിമാനത്തിന് എന്തെങ്കിലും തകരാറുള്ളതായി കൺട്രോൾ റൂമിലേക്ക് സന്ദേശം ലഭിച്ചിരുന്നില്ല. കാലാവസ്ഥയും നന്നായിരുന്നു. പിന്നെ എന്തുപറ്റി? 1 മണിക്കൂറിന് ശേഷം വിമാനം ദിശ മാറി സഞ്ചരിക്കുന്നതായാണ് ഉപഗ്രഹ ക്യാമറകൾ കാണിച്ചത്. ബെയ്ജിംഗിന്റെ ഭാഗത്തേക്ക് പോകാതെ തെക്കു പടിഞ്ഞാറ് മലേഷ്യൻ അർദ്ധദ്വീപിലേക്ക് തിരിയുന്നു. പിന്നീട് വടക്കു പടിഞ്ഞാറ് മലാക്ക കടലിടുക്കിന് മുകളിലൂടെ വിമാനം നീങ്ങുന്നു. അവസാനമായി അതിവേഗത്തിൽ താഴോട്ട് പതിക്കുന്നു. ഇതാണ് MH370 കുറിച്ച് അവസാനത്തെ വിവരം. പിന്നീട് ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ തിരച്ചിലിനാണ്. ഇന്ത്യ അടക്കം 7 രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തിരച്ചിലിന് ഇറങ്ങി. 1000 കോടിക്ക് മുകളിൽ ചിലവഴിച്ചുള്ള തിരച്ചിൽ. പക്ഷെ യാതൊരു വിവരവും ലഭിച്ചില്ല. തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ തിരച്ചിൽ. പിന്നീട് 2015 മാർച്ച് 15 വിമാനം തെക്കോട്ട് തിരിച്ചിരുന്നുവെന്ന സൂചനകളെ തുടർന്ന് തിരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിച്ചു. 2015 ജൂലൈയിൽ മഡഗാസ്കർ ദ്വീപിന് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വിമാനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തി. പക്ഷേ സ്ഥിരീകരിക്കാവുന്ന പ്രധാന ഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ല. നിർണായകമായ ബ്ലാക്ക് ബോക്സും ലഭിച്ചില്ല. കാണാതായ ദിവസം ഒരു വിമാനം വലിയ ശബ്ദത്തോടെ താഴ്ന്നു പറന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ജനുവരി 2017 വിമാനം തകർന്നു വീണെന്ന് കരുതുന്ന പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ പരാജയപ്പെട്ടതോടെ ദൗത്യം അവസാനിപ്പിക്കുന്നതായി ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. 2018 യാത്രക്കാരുടെ ബന്ധുക്കളുടെ ആവശ്യത്തെ തുടർന്ന് US കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യ വീണ്ടും തെരച്ചിലിനായി നിയോഗിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. വിമാനത്തിനായുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണെന്ന് കഴിഞ്ഞ വർഷം മലേഷ്യ പ്രഖ്യാപിച്ചിരുന്നു. ഓഷ്യൻ ഇൻഫിനിറ്റി തന്നെയാണ് വീണ്ടും തിരച്ചിലിന് ഇറങ്ങിയത്. അതും എങ്ങും എത്തിയിട്ടില്ല. MH370 തിരോധാനത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങൾ ഈ 10 വർഷത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പൈലറ്റിന്റെ ആത്മഹത്യ, ഹൈജാക്ക്, യന്ത്ര തകരാർ, അമാനുഷിക സാന്നിധ്യം, അങ്ങനെ നീളുന്നു ആ സിദ്ധാന്തങ്ങൾ. വിമാനത്തിലുണ്ടായിരുന്ന ഇറാൻകാരായ 2 യാത്രക്കാരെ ചുറ്റിപ്പറ്റിയായിരുന്നു ഹൈജാക്കിംഗ് സംശയങ്ങൾ ആദ്യം ഉയർന്നത്. ഇവരുടെ പാസ്പോർട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ സംശയങ്ങൾ ബലപ്പെട്ടു. എന്നാൽ ഇവർ കുഴപ്പക്കാരല്ലെന്നും യൂറോപ്പിൽ അഭയം തേടാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പിന്നീട് തെളിഞ്ഞു. അതോടെ ഹൈജാക്കിംഗ് തിയറികൾ താൽക്കാലികമായി ശമിച്ചു. മറ്റൊരു സംശയം വിമാനത്തിന്റെ പൈലറ്റിനെ കുറിച്ചായിരുന്നു. അനുഭവസമ്പന്നനായ സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു മുഖ്യ പൈലറ്റ്. ജീവനൊടുക്കാനായി ഇദ്ദേഹം വിമാനവും അതിലുണ്ടായിരുന്ന 238 പേരുടെ ജീവനും സ്വയം അപകടത്തിലാക്കിയെന്നായിരുന്നു തിയറി. ഇദ്ദേഹത്തിന്റെ വസതിയിൽ നടത്തിയ തിരച്ചിലിൽ വിമാനം ദിശമാറി പറപ്പിക്കുന്ന തരത്തിലുള്ള പരിശീലനം നടത്തിയതിന്റെ സൂചനകൾ ലഭിച്ചു. പൈലറ്റിനെ കുറിച്ച് സംശയങ്ങളിലേക്ക് നീങ്ങാൻ വേറെയും ഉണ്ടായിരുന്നു കാരണങ്ങൾ. വിമാനം കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലേഷ്യൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന അൻവർ ഇബ്രാഹിമിനെ ഒരു കേസിൽ 5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. കടുത്ത ഇബ്രാഹിം അനുകൂലിയായ സഹാരി അഹമ്മദ് ഷാ കോടതി വിധിയിൽ അസ്വസ്ഥനായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് സംശയങ്ങൾ. നിരപരാധികളായ 238 പേരുടെ ജീവൻ എടുത്തുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? ജീവനൊടുക്കാൻ പല വഴികൾ മുന്നിലുള്ളപ്പോൾ ഇത്ര വലിയൊരു സാഹസം ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലിരിക്കുന്ന ഒരാൾ ചെയ്യുമോ? പക്ഷേ വിമാനം തകർത്ത് പൈലറ്റ് ആത്മഹത്യ ചെയ്ത സംഭവം ഇതാദ്യമല്ല. ലോകത്ത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള 8 സംഭവങ്ങൾ നടന്നതായി രേഖകളുണ്ട്. എന്നാൽ MH370 കാര്യത്തിൽ ഇങ്ങനൊരു സാധ്യതയ്ക്കുള്ള വ്യക്തമായ തെളിവുകളില്ല. സംശയങ്ങളും അഭ്യൂഹങ്ങളും മാത്രമേ ഉള്ളൂ. വിമാനത്തിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതായതോടെ പൈലറ്റ് അടക്കം എല്ലാവരും അബോധാവസ്ഥയിലായി. തുടർന്ന് ഓട്ടോ പൈലറ്റിൽ മണിക്കൂറുകളോളം സഞ്ചരിച്ച വിമാനം ഇന്ധനം തീർന്നതോടെ കടലിൽ തകർന്നു വീണുവെന്നും തിയറികളുണ്ട്. പക്ഷേ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ലഭിക്കാതായതോടെ ആ തിയറിക്കും ബലമില്ലാതായി. ദിശ മാറി ഇന്ത്യ സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് പറക്കുകയായിരുന്ന വിമാനം അമേരിക്കയുടെ സൈനിക താവളമായ ഡീഗോ ഗാർഷയ്ക്ക് സമീപമെത്തി.
വിമാനം തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന സംശയത്തിൽ അമേരിക്കൻ സൈനികർ അതിനെ വെടിവെച്ച് വീഴ്ത്തിയതാണെന്നും തിയറികളുണ്ട്. ഈജിപ്ത് എയറിലെ ചീഫ് എഞ്ചിനീയറായ ഇസ്മായിൽ ഹമ്മദ് വിശ്വസിക്കുന്നത് വിമാനം ഹൈജാക്ക് ചെയ്ത് ഫിലിപ്പീൻസിൽ രഹസ്യമായി ഇറക്കിയെന്നാണ്. 7641 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഫിലിപ്പീൻ ദ്വീപ് സമൂഹത്തിലെ ഉപേക്ഷിക്കപ്പെട്ട വിമാനത്താവളങ്ങളിലോ തടാകങ്ങളിലോ വിമാനമിറക്കിയാൽ ഒരു 100 വർഷത്തേക്കെങ്കിലും ഈ വിമാന റാഞ്ചൽ വലിയൊരു മിസ്റ്ററിയായി തുടരുമെന്ന് ഇസ്മായിൽ ഹമ്മദ് വിശ്വസിക്കുന്നു. തന്റെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ മലാക്ക കടലിടുക്കിനും ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരത്തിനുമിടയിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഹമ്മദ് പറയുന്നത്. MS-370ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വർഷങ്ങളോളം നീണ്ട അന്വേഷണങ്ങളും ആഴക്കടൽ തിരച്ചിലുകളും എണ്ണമറ്റ സിദ്ധാന്തങ്ങളും ഉണ്ടായിട്ടും വിമാനം എവിടെയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല.